ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലുള്ള കാസറോൾ ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ ആയാലും സ്റ്റീലിൻ്റെ ആയാലും എങ്ങനെയുള്ള കാസറോളും ഉണ്ടാവും അല്ലേ. ഈ ഒരു കാസറോള് നമ്മൾ അധികവും ഉപയോഗിക്കാറ് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് കഴിഞ്ഞാൽ ചൂട് തണിയാതെ വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ചോറൊക്കെ ചൂട് തണിയാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാസറോൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഈ കാസറോൾ വെച്ചിട്ട് നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് വേറെയും കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാസറോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ രാവിലെ തന്നെ കാസറോൾ എടുത്ത് കാസറോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു കാസറോളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ വേവ് കൂടിയ അരിയാണെങ്കിൽ ഒരു മണിക്കൂർ സമയം വരെ ഇതുപോലെ നമ്മളൊന്ന് കാസറോളിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചോറ് വെക്കുന്നത് പോലെ തന്നെ നമ്മളെ പാത്രത്തിൽ ചോറ് വെക്കുന്ന പാത്രത്തിൽ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് ഈ വെള്ളമടക്കം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതിൽ കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചോറും പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദോശയ്ക്കും അപ്പത്തിനൊക്കെ മാവ് കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റ ഉടനെ തന്നെ ഇതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിക്കരുത്, ഇളം ചൂടുവെള്ളം നമ്മൾ പച്ചരിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു 15 മിനിറ്റ് സമയമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശയും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചോറ് റെഡിയാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനത് ഓൾറെഡി ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ അപ്പത്തിൻ്റെ ഒക്കെ മാവ് രാത്രിയിൽ അരച്ച് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു കാസറോൾ എടുത്തിട്ടുണ്ട്. കാസറോളിൽ ഇളം ചൂടുവെള്ളം കേട്ടോ, നല്ല തിളച്ച വെള്ളം ഒഴിക്കണ്ട, നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരച്ചത് നമ്മൾ ഈ ഒരു കാസറോളിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന പാകത്തിന് ഉള്ളത് ഒരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു പാത്രത്തിൽ ഞാൻ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കാസറോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഹോൾസ് വന്നിട്ടുള്ള അപ്പം നമുക്ക് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് എടുത്തിട്ട് നമുക്കൊന്ന് അപ്പം ചുട്ട് നോക്കാം. അപ്പോൾ ഞാൻ അപ്പച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ട് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ ഹോൾസ് വന്നിട്ടുള്ള നല്ലൊരു അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ രാത്രിയിൽ അരി അരക്കാൻ മറന്നു പോയാലും അരി കുതിർക്കാൻ മറന്നു പോയാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കാസറോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാസറോളിൽ ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കുബൂസിനൊക്കെ മാവ് കുഴച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മണിക്കൂർ സമയമൊക്കെ വെച്ച് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു കാസറോളിൻ്റെ അകത്ത് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ
നമ്മൾ ഈ ഒരു കുബൂസിൻ്റെ മാവ് നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടുന്നതാണ്. നമ്മൾ സാധാരണ 2 മണിക്കൂർ സമയമൊക്കെ വെച്ച മാവ് പോലെ തന്നെ നമുക്ക് ഈ ഒരു കുബൂസിൻ്റെ മാവ് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുമല്ലേ, ആ ഒരു ബാക്കി വന്നിട്ടുള്ള പുട്ട് നമ്മൾ കാസറോളിൽ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊരു ഹാർഡായി പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ആ ഒരു പുട്ട് നമുക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഈ ഒരു കാസറോളിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു പുട്ട് ഈ ഒരു കാസറോളിൻ്റെ അകത്ത് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു അടപ്പെടുത്തിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാസറോളിൻ്റെ അടപ്പും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ വൈകുന്നേരം വരെ വെച്ച് കഴിഞ്ഞാലും ആ ഒരു പുട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയ പുട്ട് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കാസറോളിൽ വെച്ചാലും ഈ ഒരു വൈകുന്നേരം വരെയുള്ള ചൂടൊന്നും കിട്ടില്ല. നമ്മൾ ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഈ ഒരു പുട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്ത ടിപ്സ്, നമ്മൾ ചായയൊക്കെ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കുട്ടികൾ ഓരോരുത്തരായിട്ട് എഴുന്നേൽക്കുന്നതിന് അവർക്ക് ചായ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലാസ്കിലൊന്നും ഒഴിക്കാതെ ഇതുപോലെ ചായ റെഡിയാക്കിയിട്ട് നമ്മൾ കാസറോളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വരെ നമുക്ക് ചായ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് കുട്ടികൾക്കായാലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ കാസറോൾ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ കാസറോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്